കാലവർഷം എത്തുന്നതിന് മുൻപേ കേരളത്തിൽ മഴ ശക്തമാകുന്നു. ഇന്ന് കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. കോഴിക്കോട്, വയനാട് ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. 24 വരെ സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. ജലനിരപ്പ് ഉയർന്നതോടെ പഴശ്ശി ഡാമിന്റെ ഷട്ടറുകൾ ഇന്ന് തുറക്കും. റോഷിപാലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. റോഷിപാൽ, വെരി ഗുഡ് മോർണിംഗ്. റോഷി, കേരളത്തിൽ കാലവർഷം 27-ാം തീയതി എത്തൂ എന്ന് പറഞ്ഞാലും ഒറ്റപ്പെട്ട മഴയ്ക്കുള്ള സാധ്യതയുണ്ട്. ഓറഞ്ച് അലർട്ട് 2 ജില്ലകളിലുണ്ട്, മറ്റു ജില്ലകളിൽ യെല്ലോ അലർട്ടുകളുണ്ട്. കരുതിയിരിക്കണമല്ലേ കനത്ത മഴയെ? റോഷി, ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ. കാലവർഷം ഈ തവണ നേരത്തെ എത്തുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ്. ഏതായാലും അതിനു മുമ്പ് തന്നെ മഴ ശക്തി പ്രാപിക്കുന്നതിന്റെ സൂചനകൾ വന്നു തുടങ്ങി. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമുക്ക് മലബാർ മേഖലയിലാണ് ഏറ്റവും ശക്തമായ മഴ റിപ്പോർട്ട് ചെയ്യുന്നത്. കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഇന്നലെ 4 ജില്ലകളിൽ റെഡ് അലേർട്ട് മുന്നറിയിപ്പ് നൽകിയതാണ്. വൈകിട്ടോടെ തന്നെ ഈ ദുരന്ത സാധ്യത ഉള്ള മേഖലകളിൽ അലാറം ഉൾപ്പെടെ മുഴക്കി മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിരുന്നു. ഏതായാലും ഇന്ന് ഓറഞ്ച് അലേർട്ടാണ്. റെഡ് അലേർട്ട് ഇന്നലത്തോടെ മാറിയിട്ടുണ്ട്, ഓറഞ്ച് അലേർട്ട്. എന്നാൽ പോലും ഈ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലൊക്കെ കനത്ത മഴയുണ്ടാകും. ഇടിമിന്നലോടുകൂടിയുള്ള മഴയ്ക്കുള്ള സാധ്യത പോലും പറയുന്നുണ്ട്. ഈ മഴ തുടർച്ചയായി പെയ്യുമ്പോൾ ചെറിയ രീതിയിലെങ്കിലും പലയിടങ്ങളിലും മണ്ണിടിച്ചിലിന് സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പും ഒരു മറുഭാഗത്ത് വരുന്നുണ്ട്. ദുരന്ത നിവാരണ വിഭാഗം മണ്ണിടിച്ചിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ ഏതൊക്കെയാണ് സുരക്ഷാ മുൻകരുതൽ എന്ന രീതിയിലുള്ള അറിയിപ്പുകൾ പോലും ഇപ്പോൾ പുറപ്പെടുവിച്ചു കഴിഞ്ഞു. ഏതായാലും മഴ നേരത്തെ എത്തുന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം. അതിനു പുറമെ ഇപ്പോൾ ചക്രവാത ചുഴി രൂപം കൊണ്ട സാഹചര്യത്തിലാണ് ഇങ്ങനെ പെട്ടെന്ന് മൺസൂണിന് മുമ്പ് തന്നെ ഇങ്ങനെ ശക്തമായ മഴ 3-4 ദിവസം പെയ്യുമെന്ന മുന്നറിയിപ്പ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്നത്. ഏതായാലും വെള്ളിയാഴ്ച വരെ സമാനമായ ഒരു കാലാവസ്ഥ സംസ്ഥാനത്ത് വടക്കൻ കേരളത്തിൽ നിലനിൽക്കും എന്ന് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പിന്റെ അറിയിപ്പ്. റോഷി, തിരുവനന്തപുരത്ത് എങ്ങനെ ഇന്നലെ രാത്രി മഴ പെയ്തിരുന്നു? ഇന്ന് പുലർച്ചെ എന്താ അവസ്ഥ? അന്തരീക്ഷം മേഘാവൃതമാണോ, തെളിഞ്ഞാണോ? അരുൺകുമാർ, തിരുവനന്തപുരത്ത് മഴയില്ല. കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പും അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. തിരുവനന്തപുരം മേഖല അല്ലെങ്കിൽ തെക്കൻ മേഖലകളിൽ, തെക്കൻ ജില്ലകളിൽ മഴയില്ല. ഇന്നലെ ഇപ്പോഴൊരു മൂടിക്കെട്ടിയ അന്തരീക്ഷമാണ്, എന്നാൽ പോലും മഴ പെയ്തിട്ടില്ല. ഇന്നലെ രാത്രി മഴയുണ്ടായിരുന്നില്ല, പക്ഷെ കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പൊക്കെ മഴയുണ്ടായിരുന്നു. അങ്ങനെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിലുള്ള ഒരു മഴ തിരുവനന്തപുരത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരുന്നില്ല. പക്ഷേ മലബാറിലെ മഴയുടെ ആ കണക്കുകൾ, അതിന്റെ ഇന്നലെ രാത്രിയുള്ള കണക്കുകളൊക്കെ കാണുമ്പോൾ അതിശക്തമായ രീതിയിൽ തന്നെ മഴ പെയ്തു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും തിരുവനന്തപുരത്ത് മഴ എത്തണമെങ്കിൽ അല്പം ദിവസം കൂടി നമ്മൾ കാത്തിരിക്കേണ്ടി വരുമെന്നാണ് പറയുന്നത്, തെക്കൻ ജില്ലകളിൽ പ്രത്യേകിച്ച്. കാരണം കാലവർഷം എത്തിയാൽ മാത്രമേ തെക്കൻ ജില്ലകളിൽ മഴ വരാനുള്ള സാധ്യതയുള്ളൂ എന്നാണ് ഇന്നലെയും കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നത്.